അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി വിറ്റുപിടിയിലായ അസം സ്വദേശിയായ സ്ത്രീ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ വീണ്ടും പിടിയിൽ. കഴിഞ്ഞ ദിവസം രാവിലെ പെരുമ്പാവൂർ രാസലഹരി വിൽക്കുന്നതിനിടയിലാണ് പോലീസ് അറസ്റ്റ്. 50,000 രൂപയും 2 ആൾജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ ജാമ്യത്തിലിറങ്ങിയത്. പെരുമ്പാവൂർ നഗരത്തിലെ സ്ഥിരം ലഹരി വിൽപ്പനക്കാരി, കഞ്ചാവും നിരോധിത പുകയിലയും ഹെറോയിനും രാസലഹരികളുടെയും ഏജന്റ്, അസമിലെ മൊറിഗോൺ സ്വദേശിനി നജ്മ ബീഗം ഇന്ന് പുലർച്ചെ പെരുമ്പാവൂർ നഗരത്തിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് 2 ഗ്രാം ഹെറോയിൻ. സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, അതും 50,000 രൂപയുടെയും 2 ആൾജാമ്യത്തിന്റെയും. രാസലഹരി നുരഞ്ഞൊഴുകുന്ന പെരുമ്പാവൂരിൽ പോലീസിന്റെയും എക്സൈസിന്റെയും കൺമുന്നിലാണ് ചെറുതും വലുതുമായ വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്ഥിരം പ്രതികളായ പുരുഷന്മാരുടെ മുഖവും കൃത്യവും വ്യക്തവുമായി അറിയാമെന്നായതോടെ കച്ചവടവും ഏജൻസിയും സ്ത്രീകളിലേയി മാറി. തെരുവിലുറക്കം, രാത്രിയിൽ കറക്കം. ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രദേശവാസികളും മുതൽ കുട്ടികൾ വരെ സ്ഥിരം ഉപഭോക്താക്കൾ. പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലിറക്കാനും പണം മുടക്കാനും വരെ ആളുകൾ. പക്ഷേ അവരെ തൊടാൻ തൂഫാനും തണ്ടറിനും ബലം വന്നിട്ടില്ല. വിവരം കൊടുക്കാൻ പോലും പ്രദേശവാസികൾക്ക് ഭയമായി മാറുന്ന കാലത്താണ് നജ്മ ബീഗം പോലുള്ളവർ രാത്രിയും പകലും പുലർച്ചെയും സന്ധ്യയും നോക്കാതെ ലഹരിയുടെ വിതരണക്കാരാകുന്നത്. പിടികൂടി കോടതി മുറിക്കുള്ളിലേക്ക് എത്തിച്ച പോലീസിന് പോലും ഉറപ്പില്ല എത്ര പേർ നജ്മയ്ക്കായി പുറത്തേക്കുള്ള വഴി ഒരുക്കാനുണ്ട് എന്ന്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.